സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല. ദൈവം നമ്മളെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. എക്സൽ മീഡിയയിലൂടെ ഈ വീഡിയോ കാണുന്ന ഏവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യമത്രേ. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ എന്ന നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസിൻ്റെ മനോഭാവം അത് ശ്രദ്ധേയമാണ്. ദൗത്യബോധമുള്ളൊരു ജീവിതമാണ് നമുക്ക് പൗലോസിൽ കാണുവാൻ കഴിയുന്നത്. സുവിശേഷ നിമിത്തം അതുവരെ താൻ കടന്നുപോയ പ്രതികൂല സാഹചര്യങ്ങൾക്കൊന്നും പൗലോസ് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് അവിടെ നമുക്ക് വ്യക്തമാകുവാൻ കഴിയുന്നത്. തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ പലതവണ കഷ്ടതയും തടവും തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതൊന്നും പൗലോസിനെ ആ ദൈവിക പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഏക ശ്രദ്ധ തൻ്റെ മേലുള്ള ദൈവിക പദ്ധതിയിൽ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ താൻ വിശ്വസ്തനായി പൂർത്തീകരിക്കണം. അപ്പോൾ തന്നെ ദൈവം തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം അത് വിജയകരമായി പൂർത്തീകരിക്കണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. നമ്മെ ഏൽപ്പിച്ച പദ്ധതി നാം വിശ്വസ്തരായി പൂർത്തീകരിക്കുക. അപ്പോൾ തന്നെ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം അത് വിജയകരമായി പൂർത്തീകരിക്കുക. അന്നത്തെ കാലത്തെന്ന പോലെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും അതിന് വിരോധമായി പല രീതിയിലുള്ള വെല്ലുവിളികൾ ശത്രു ഉയർത്തിയേക്കാം. എന്നാൽ അതിൻ്റെ മധ്യത്തിലും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നാം വിശ്വസ്തയോടെ നിന്നാൽ കർത്താവ് നമ്മോടുകൂടെ ഇരുന്ന് നമ്മെ ജയാളിയായി മുന്നോട്ട് നയിക്കുവാനിടയായിത്തീരും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവവൈദ്യരെ എന്തിനാ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്? ആ ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷം, ദൈവകൃപയുടെ സുവിശേഷം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുവാനിടയായിത്തീരണം. അതിനാ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അത് നാം ചെയ്യുമ്പോൾ ഇരുളിൻ്റെ ശക്തികൾ നിനക്ക് വിരോധമായി എഴുന്നേറ്റേക്കാം. നിനക്ക് വിരോധമായി പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ നിന്റെ നോട്ടം ആ പ്രതികൂലങ്ങളിലായിരിക്കരുത്. നിന്റെ നോട്ടം ആ ശത്രുവിൽ ആയിരിക്കരുത്. മറിച്ച് നിന്റെ നോട്ടം നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ വിജയകരമായി പൂർത്തീകരിക്കുന്നതിൽ മാത്രമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി പൗലോസ് പ്രാധാന്യം കൊടുക്കുന്നത് തൻ്റെ ആത്മീക നിലനിൽപ്പിന് അത്രേ. അതുകൊണ്ടാണ് പൗലോസ് അവിടെ ഓട്ടത്തെക്കുറിച്ച് പറയുന്നത്. പൗലോസ് ആത്മീക ജീവിതത്തെ ഒരു ഓട്ടക്കളത്തോട് തുലനം ചെയ്ത് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് നിരവധി തവണ കാണുവാൻ കഴിയുന്നുണ്ട്. നാം വായിച്ച അപ്പോസ്തല പ്രവൃത്തിയിൽ നാം അത് കണ്ടു. കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. വിശ്വാസത്തിൽ നീതിപുത്രനായ തീമോഥെയോസിന് പൗലോസ് എഴുതിയ ലേഖനത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. കൂടാതെ എബ്രായ ലേഖനത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കറിയാം ഓട്ടമാണേൽ അതിനൊരു തുടക്കം മാത്രമല്ല, അതിനൊരു അവസാനമുണ്ട്. നിന്റെ ഓട്ടം എങ്ങനെ തുടങ്ങിയെന്ന് മാത്രമല്ല, അത് എങ്ങനെ അവസാനിപ്പിച്ചു എന്നും നോക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ശോധന ചെയ്യാം ദൈവമക്കളെ, നമ്മുടെ ആത്മീക അവസ്ഥ എപ്രകാരമായിരിക്കുന്നു. അനേകർ ഓടിത്തുടങ്ങിയ ഒരു ഓട്ടക്കളത്തിലാണല്ലോ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഇതിനിടയിൽ ഓട്ടം മതിയാക്കി മടങ്ങിപ്പോയ അനേകരുണ്ട്. ഇന്നും ലക്ഷ്യം തെറ്റി ഓടുന്ന അനേകരുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ഓട്ടത്തെ ഒന്ന് വിലയിരുത്തുവാൻ കഴിയട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നിലനിൽക്കുവാനാണെന്ന് നാം മറന്നു പോകരുത്. അല്ലാതെ ഈ ഓട്ടക്കളത്തിൽ നാം ഒരു നാളും തകർന്നു പോകുവാൻ ഇടവരരുത്. നിന്റെ ഓട്ടം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ദൈവത്തിൽ നോക്കിയാണെങ്കിൽ ദൈവം അത് പൂർത്തീകരിപ്പാൻ, വിജയകരമായി പൂർത്തീകരിപ്പാൻ ആ കർത്താവ് നിനക്ക് കൃപ നൽകുക തന്നെ ചെയ്യും. മൂന്നാമതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് പൗലോസിൻ്റെ സമർപ്പണം എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന വാക്കുകൾ അത്രേ. താൻ ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ എന്ന് താൻ പറയുന്നത്. ആ അർപ്പണ മനോഭാവമാണ് ഇന്നത്തെ ദൈവമക്കൾക്ക് ആവശ്യമായിട്ടുള്ളത്.
ആ അർപ്പണ മനോഭാവമില്ലാതെ ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നാം ചെയ്യാതെ ഇരിക്കുമ്പോൾ, ദൈവം നമുക്ക് നൽകിയ സുവിശേഷത്തെ നാം അലക്ഷ്യമാക്കുമ്പോൾ, ദൈവം നമുക്ക് നൽകിയ കൃപയെ നാം അലക്ഷ്യമാക്കുകയാണെന്ന് നാം മറന്നു പോകരുത്. പലരും സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൗലോസിനെ പോലെ നമ്മുടെ വിളിക്കൊത്തവണ്ണം ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയമുള്ള ദൈവമക്കളെ, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല, ദൈവം നമ്മളെ എവിടെയാക്കിയാലും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവിൻ്റെ ഇഷ്ടം അതായിരുന്നു പൗലോസിൻ്റെ ജീവിതം. പൗലോസിൻ്റെ ജീവിതം മാത്രമല്ല, ഓരോ വിശ്വാസികളുടെയും ജീവിതം പൗലോസിൻ്റെതുപോലെ സമർപ്പണമുള്ള ജീവിതമായിരിക്കണം. പ്രിയമുള്ള ദൈവമക്കളെ, മറന്നു പോകരുത്, ദൈവം നമ്മളെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നത് ഒരു ദൈവിക പദ്ധതി പ്രകാരമാണ്. അത് വിശ്വസ്തയോടെ ചെയ്യുക എന്നതാ പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യായുസ് മുഴുവൻ ഭൂമിയിൽ ജീവിച്ചിട്ട് ഭൂമിയിലെ താൽക്കാലിക നന്മകളുടെ പുറകെ പോയി ആയുസ് തീർക്കുന്നു എങ്കിൽ നമ്മെപ്പോലെ അരിഷ്ട മനുഷ്യൻ വേറെ ആരുമില്ലെന്ന് പ്രിയമുള്ള ദൈവമക്കളെ നമ്മൾ മറന്നു പോകരുത്. അതിനാൽ ദൈവപദ്ധതി പ്രകാരം നമുക്ക് ജീവിക്കാം. അതിനായി കർത്താവേ കൃപ നൽകുമാറാകട്ടെ.